നമസ്കാരം. വളരെ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു ടോപ്പിക്കാണ്, പറയുന്നതിൽ യാതൊരു മടിയുമില്ല. ഇന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും താമ്പൂല പ്രശ്നം, അഷ്ടമംഗല പ്രശ്നം നടന്നു വരികയാണ്. ഇത് വെച്ചിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളിൽ അവിടെയുള്ള ജീവനക്കാർ, മേൽശാന്തിക്കാർ, കീഴ്ശാന്തിക്കാർ, കമ്മിറ്റി മെമ്പേഴ്സ് ഏവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക്കാണ്. ഒരു ജ്യോതിഷി വരുന്നു, ഒരു ദൈവജ്ഞൻ വരുന്നു, താമ്പൂല പ്രശ്നം വയ്ക്കുന്നു. ഇവിടെ ദുർഗയാണല്ലോ, ദുർഗയ്ക്കാണ് പ്രാധാന്യം, കാളിയല്ലല്ലോ എന്ന് പറയുന്നു. ക്ഷേത്ര ജീവനക്കാർ ഇല്ലെങ്കിൽ കമ്മിറ്റിക്കാർ ഓടിപ്പോവും. അവരെന്ത് ചെയ്യും? ഇനിയിപ്പം നമുക്ക് ഒരു പ്രതിഷ്ഠയും കൂടി ആകാം എന്ന് പറഞ്ഞ് ദുർഗയെ പ്രതിഷ്ഠിക്കുന്നു, ഇല്ലെങ്കിൽ ഭാവം മാറ്റി പൂജിക്കുവാൻ വേണ്ടി പറയുന്നു. അപ്പോൾ കാളിയെ ദുർഗയാക്കി, ഇല്ലെങ്കിൽ ദുർഗയെ കാളിയാക്കി. 1-2 വർഷം കഴിയുന്നു, വീണ്ടും ദുരിതങ്ങൾ കൂടി. നല്ല ഒരു പഠിച്ച ദൈവജ്ഞനെ വിളിക്കാം. അദ്ദേഹം വരുന്നു, പ്രശ്നം വെക്കുന്നു, പറയുകയാണ്, ആരാണ് ഇവിടെ മാറ്റി പൂജിച്ചത്? ഇതിവിടെ ഭദ്രകാളിയാണല്ലോ എന്ന് പറയുകയാണ്. ഇല്ലെങ്കിൽ പോട്ടെ, 2 ദേവതകൾക്കും തത്തുല്യമായി പ്രാധാന്യം നൽകണം എന്നൊരു അഭിപ്രായം പറയുകയാണ്. അടുത്ത ശ്രീകോവിൽ വന്നു. അപ്പോൾ അവിടെ ഒരു പ്രതിഷ്ഠ കൂടുകയാണ്. ഒരു പ്രതിഷ്ഠ കൂടിയാൽ എത്ര പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. ദേവചൈതന്യം ഉണ്ടാകും, ദേവിയെ പൂജിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഒതുക്കി വെച്ചിട്ട് പ്രായോഗികമായി പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചിന്തിക്കാം. ഒരു പ്രതിഷ്ഠ കൂടിയാൽ അവിടുത്തെ മേൽശാന്തി ഇനി എത്രത്തോളം, ഇനി അടുത്തത് ചിലവുണ്ട്, സമയം, പൂജ, ഫിസിക്കൽ എഫർട്ട്, മെൻ്റൽ എഫർട്ട് എത്ര കൂടുതലാണ്. ഇന്ന് ഒരു ചെറിയ ക്ഷേത്രമായി പൂജിച്ച് വന്നിരുന്ന ഒരു പരദേവത സ്ഥാനം നൽകിയോ, ഇല്ലെങ്കിൽ ഒരു ദുർഗയെ പൂജിച്ച് വന്നിരുന്നു. അവിടെ ഇന്ന് ഒരു 5-8-10 മൂർത്തികളായി. ഓരോരുത്തരും വന്നു, പ്രശ്നം വെക്കുന്നു. ഇവിടെ എന്താ പറയുക, മന്ത്രമൂർത്തി സ്ഥാനം വേണമെന്ന് പറയുന്നു. ഒരാൾ ബ്രഹ്മരക്ഷസുണ്ടെന്ന് പറയുന്നു, മറ്റൊരാൾ മാടൻ തമ്പുരാൻ വേണമെന്ന് പറയുന്നു. എന്നിങ്ങനെ പ്രതിഷ്ഠ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇതെവിടെ ചെന്ന് നിൽക്കും എന്നുള്ളൊരു ചിന്തയുണ്ട്. ഇതാരെയും വേദനിപ്പിക്കുവാനുള്ള ഒരു ടോപ്പിക്കല്ല, ഒരു ജ്യോതിഷിയെയും കുറ്റം പറയുവാനുള്ള വിഷയവുമല്ല. പക്ഷേ ഇത് നാം ചിന്തിക്കേണ്ടതാണ്. കാരണം ഇത് സമൂഹത്തിലാണ് ഇത് നാം ഈ ശാസ്ത്രത്തെ അപ്ലൈ ചെയ്യുന്നത്. കാരണം ഇതൊരു കോമൺ ടോപ്പിക് ആയതുകൊണ്ട് ഇത് സമൂഹത്തിൽ നാം അപ്ലൈ ചെയ്യുമ്പോൾ സമൂഹത്തിൽ വരുന്ന ചേഞ്ചസ്, ഇത് ഇന്നും നാളെയും മറ്റന്നാളും തുടർന്ന് ചെയ്യേണ്ട കാര്യമല്ല. ഇത് തലമുറകളോളം വരുന്ന തലമുറക്കാർ എല്ലാവരും തന്നെ ഇത് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയാണ് ഒരു ക്ഷേത്രം എന്നുള്ളത്. ഒരു ദിവസം സുപ്രഭാതത്തിൽ ഇടിച്ചു കളയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എന്താണ് ശരി എന്നുള്ളത് നമുക്ക് പറയുവാൻ സാധ്യമല്ല. കാരണം ഇതെല്ലാ ഭാഗത്തു നിന്നും ചിന്തിക്കേണ്ടതുണ്ട്. ഒരു ദൈവജ്ഞൻ്റെ ക്വാളിഫിക്കേഷൻ, അദ്ദേഹത്തിൻ്റെ ഉപാസന, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോളജ്, ലെവൽ ഓഫ് നോളജ് ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട്. ഇനി കമ്മിറ്റിക്കാരുടെ ആവശ്യം ചിന്തിക്കേണ്ടതുണ്ട്, ദേവതയുടെ ആവശ്യം ചിന്തിക്കേണ്ടതുണ്ട്. ചില സ്ഥലത്തിൽ നമുക്ക് ഭദ്രകാളി ഇനിയിപ്പം തത്തുല്യമായിട്ട് ദുർഗയെ വേണം എന്നുള്ള ഒരു പദ്ധതിയുണ്ട്. അപ്പോൾ ഇതിൽ തീരുമാനം എടുക്കുന്നതിന് മുന്നേ ഇവിടെ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്, നല്ലവണ്ണം ആലോചിച്ച ശേഷം നല്ല പഠിച്ച ഒരു ദൈവജ്ഞനെ കണ്ട് പ്രശ്നം വെക്കുക. ശാസ്ത്രത്തെ കുറ്റം പറയാൻ പറ്റില്ല. ശാസ്ത്രത്തെ ഉപയോഗിക്കുന്ന ആളുടെ കൈവശമാണ് ഇതെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ നല്ലവണ്ണം ഉപയോഗിക്കുവാനായിട്ട്, ശാസ്ത്രത്തെ നല്ലവണ്ണം ഉപയോഗിച്ച് നല്ല രീതിക്ക് മനസ്സിലാക്കിയ ഒരു ദൈവജ്ഞൻ്റെ അടുത്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ വക കൺഫ്യൂഷനെല്ലാം ഒതുങ്ങിക്കിട്ടും, മാറിക്കിട്ടുവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്രയല്ലേ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ പ്രശ്നം വെക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ പോവുകയാണ്. ഇവിടെ മുമ്പ് പൂജിച്ചിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഭദ്രയായിട്ടാണ് ഇവിടെ പൂജിച്ചത്, ദുർഗയല്ല, ശാന്തസ്വരൂപമല്ല എന്നിങ്ങനെ നമ്മൾ തന്നെ കൽപ്പിക്കുകയാണ്. ഇവിടെ ഉഗ്രരൂപം പാടില്ല, ഇത് ശാന്തസ്വരൂപമാക്കണം എന്നിങ്ങനെയുള്ള ഒരു ധാരണയോടുകൂടി ഒരു ദൈവജ്ഞനെ സമീപിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മുൻവിധിയായി അവിടെ. ഇത് വളരെ വിശദമായി സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. എന്നിരുന്നാലും അതാത് ദേശങ്ങളിൽ അതാത് കമ്മിറ്റിക്കാർ, അതാത് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ നല്ലവണ്ണം ചിന്തിച്ച്, ഇതിൻ്റെ ഉപദേശം അവസാന വാക്കെന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിലെ തന്ത്രിയാണ്, ജ്യോതിഷി അല്ല
ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ദൈവജ്ഞനല്ല അവസാന വാക്ക്. ഇത് ദൈവജ്ഞനായി മാറ്റപ്പെട്ടതാണ്. തന്ത്രിക്കാണ് അധികാരം. തന്ത്രിക്ക് സംശയം ഉദിക്കുമ്പോൾ ദൈവജ്ഞനെ സമീപിക്കുക എന്ന് പറയും. ഒരഭിപ്രായം എടുക്കുന്നു, പ്രശ്നം വെക്കുന്നു, അതോടുകൂടി കഴിഞ്ഞു നമ്മുടെ പരിപാടി. അപ്പോൾ അവിടെ അധികാരം തന്ത്രിക്കാണ്. അപ്പം നല്ലവണ്ണം ആലോചിച്ച ശേഷം മാത്രം ഈ ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് പോകുക എന്നുള്ളൊരു അഭിപ്രായം കൂടിയുണ്ട്. ഏവരിലേക്കും ഈ മെസ്സേജ് എത്തിക്കുക. നമസ്കാരം.